Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പയ്യന്നൂർ ടൗൺ പള്ളിയിൽ ബലിപ്പെരുന്നാൾ നമസ്കാരത്തിന് സുബൈർ ദാരിമി അൽ ഖാസിമി പടന്ന നേതൃത്വം നൽകി. മറ്റു പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. മഹാത്യാഗത്തിന്റെ സ്മരണകളുയർത്തി നാടെങ്ങും ബലിപെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ തന്നെ പയ്യന്നൂർ ടൗൺ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. തുടർന്ന് അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ഖത്തീബ് സുബൈർ ദാരിമി അൽ ഖാസിമി പടന്നയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. ബലിപെരുന്നാൾ, ബക്രീദ്, ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് പ്രീതിക്കായി ബലിയൊരുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ്. ഇസ്ലാം മത വിശ്വാസപ്രകാരം അല്ലാഹു പ്രവാചകനായ ഇബ്രാഹിം നബിയെ പരീക്ഷിക്കുവാൻ വേണ്ടി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇസ്മായിലിനെ ബലിയെറുക്കുവാൻ ആവശ്യപ്പെടുന്നു. തികഞ്ഞ ദൈവവിശ്വാസിയായ ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലിയെറുക്കുവാൻ തന്നെ സന്നദ്ധനായി. പ്രവാചകന്റെ ഭക്തിയിൽ അല്ലാഹു പ്രീതിപ്പെടുകയും തുടർന്ന് ദൂതനെ ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ദൂതൻ മകനെ ബലി നൽകേണ്ടതില്ലെന്നും പകരം ആടിനെ നൽകി ബലി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഓർമ്മ പുതുക്കലായി ഇന്നും ഇസ്ലാം മതവിശ്വാസികൾ ചിലയിടങ്ങളിൽ മൃഗങ്ങളെ ബലി നൽകാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്യാഗ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഹാജറ ബീവി മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ അവരുടെ ഓർമ്മകൾ അയവിറക്കുന്ന രീതിയിലാണ് ബലിപെരുന്നാളിൻ്റെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ആ ബലിപെരുന്നാളിൻ്റെ സന്ദേശം എന്നുള്ളത് തന്നെ സമർപ്പണമാണ്. ദൈവത്തിന് മുമ്പിൽ, അള്ളാഹുവിന് മുമ്പിലെല്ലാം സമർപ്പിക്കുക എന്നതാണ് ഈ ഒരു പെരുന്നാൾ നൽകുന്ന സന്ദേശം തന്നെ. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മനുഷ്യനെ നേരിടും. ആ സമയങ്ങളിലൊക്കെ ക്ഷമ കൊണ്ട് നേരിടുക എന്നതാണ് ഇബ്രാഹിമിയ പാരമ്പര്യം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ ഒരു പെരുന്നാളിൽ സന്ദേശമായി നൽകാനുള്ളത്. ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഈദ് മുബാറക്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാതയിൽ വെള്ളൂർ രാമൻകുളത്തിന് സമീപം ട്രാവലറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ വെള്ളൂർ രാമൻകുളത്തിന് സമീപം ട്രാവലറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്ക്. ശനിയാഴ്ച വൈകിട്ട് 3:45ഓടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ പയ്യന്നൂർ കണ്ടങ്കാളിയിലെ എം മോഹനനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ യാത്രികരായ മറ്റു 2 പേരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSTP റോഡിൽ വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ പഴയങ്ങാടി പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് തകർന്നു. കാറിന്റെ ടയർ കൈവരിയിൽ കുടുങ്ങി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. രാവിലെ 10:30ഓടെയാണ് അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട പാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു. കാറിന്റെ ടയർ പാലത്തിന്റെ കൈവരിയുടെ ഇടയിൽ കുടുങ്ങിയതിനാൽ കാർ പാലത്തിൽ നിന്നും താഴേക്ക് വീഴാതെ നിന്നു. കാറിലുണ്ടായിരുന്ന കക്കാട് സ്വദേശി പഴയങ്ങാടിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് അപകടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധയും റോഡിന്റെ അശാസ്ത്രീയതയുമെല്ലാം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഭാഗത്തുനിന്ന് പഴയങ്ങാടിയിലേക്ക് വരുന്ന വണ്ടിയാണ്. പഴയങ്ങാടിയാണ് ഇങ്ങോട്ട് എവിടെ പോകുന്നൊരു വണ്ടിയാണ്. കണ്ണൂരിലെ ഒരാളായിരുന്നു. അപ്പോൾ അയാളെ
വരുന്ന വഴിക്ക് നിയന്ത്രണം വിട്ടിട്ട് റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന വണ്ടി റൈറ്റ് സൈഡ് പാലത്തിന്റെ സൈഡ് വിറ്റിട്ട് തട്ടിയിട്ട് ഒരു വീല് അവിടെ തന്നെ പാലത്തിൽ ഒട്ടി വെക്കുന്നുണ്ട് ഇപ്പൊ തന്നെ. പിന്നെ വണ്ടി അങ്ങനെ അടി പറഞ്ഞു. പിന്നെ നാട്ടുകാരെല്ലാം കൂടിയിട്ട് അതിനെ നേരെയാക്കി അവിടുന്ന് അങ്ങനെ ഇവിടെ ബ്ലോക്ക് ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ പരിസരം എപ്പോഴും ഇങ്ങനെ അപകട മേഖല തന്നെയാണ്. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വേണ്ട നടപടി സ്വീകരിക്കണം. ഇതിനു മുമ്പ് തന്നെ കാറ് ഒരു സൈഡ് അടിച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അത് തന്നെ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അപ്പൊ എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടി അടുത്തിലയിൽ ഇന്നോവ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്തേക്ക് ഒരേ ദിശയിൽ വരുന്ന ഇന്നോവ കാറും ഓട്ടോറിക്ഷയും ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയുടെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഡ്രൈവർ AV വിനോദ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. നിയന്ത്രണം വിട്ട ഇന്നോവ കാർ KSEB റോഡരികിലിറക്കി വെച്ച പോസ്റ്റിലും ഇടിച്ചു. 3 ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. KSTP റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നാടെങ്ങും ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മുസ്ലിം മതവിശ്വാസികൾക്ക് മഹാത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് ചുഴലി മുഹ്യുദ്ദീൻ മൗലവി നേതൃത്വം നൽകി. മഹാത്യാഗത്തിന്റെ ഓർമ്മകൾ പുതുക്കി മുസ്ലിം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. മസ്ജിദുകളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രസംഗങ്ങളും നടന്നു. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും ഖത്തീബ് ചുഴലി മുഹ്യുദ്ദീൻ മൗലവി നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സകല മതസാരവും ഏകമാണെന്ന് സ്വന്തം എഴുത്തുകളിലൂടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപികയുണ്ട് പയ്യന്നൂരിൽ. തപാൽ സ്കൂൾ എന്ന് അറിയപ്പെടുന്ന പയ്യന്നൂർ ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപികയായ സുനില പയ്യന്നൂരാണ് പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും മനുഷ്യസ്നേഹത്തിന്റെ മഹാസന്ദേശം കേൾവിക്കാർക്ക് നൽകുന്നത്. സ്വർഗവാതിൽ തുറന്നു താരക, പുഷ്പചേല പുതച്ച ഗൗരിക, വന്നണഞ്ഞു കിനാവു പോൽ വസന്തമന്യമാം മഹീതലേ. എൻ്റെ കൂടെയുള്ളത് സുനില ടീച്ചറാണ്. സുനില പയ്യന്നൂർ എഴുത്തുകാരിയാണ്, അധ്യാപികയാണ്, പയ്യന്നൂർ തപാൽ സ്കൂളിലെ അധ്യാപികയാണ്. എഴുത്ത് വഴികളെക്കുറിച്ച് ആദ്യമായിട്ട് എഴുതി തുടങ്ങിയതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ്. ഞാൻ നോട്ട്ബുക്കിലൊക്കെ എന്തെങ്കിലും കുറിച്ചിടുമായിരുന്നെങ്കിലും കവിതയാണോ എന്നുള്ള ധാരണയൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്നൊന്നും ആരും അറിയാതെ കണ്ണൂർ ആകാശവാണി നിലയത്തിലേക്ക് യുവാണിൻ്റെ അഡ്രസ്സ് നമ്മൾക്ക് കിട്ടുമല്ലോ, അതിലേക്ക് അയച്ചു. അവിടെ നിന്ന് ഒരു ലെറ്റർ വന്നു. അത് അവിടെ പോയി അങ്ങനെയാണ് അത് കവിതയാണെന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യമായത്. അപ്പോൾ അവിടുന്ന് പിന്നെ തുടർച്ചയായി ഒരു 10-30 കവിതയോളം അവിടെ അവതരിപ്പിച്ചു. എങ്ങനെയായിരുന്നു ആ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ ഉള്ളൊരു പ്രോത്സാഹനം എങ്ങനെയുണ്ടായിരുന്നു? ഈ സാഹിത്യമായിട്ട് ബന്ധമുള്ളവരൊന്നും അധികം എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത്, അച്ഛനും അമ്മയോ ചേച്ചിമാരൊന്നും. അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്ഭുതമായിരുന്നു ആകാശവാണിയിൽ നിന്ന് അപ്പോൾ അവർ ഇൻവിറ്റേഷൻ ലെറ്റർ വന്ന സമയത്ത്. പിന്നെ മറ്റൊരു മെസ്സേജ് കൂടി ടീച്ചറിൻ്റെ എഴുത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടാവാറുണ്ടായിരുന്നു. എന്തായിരുന്നു അതുകൂടി? ആ ഒരു മെസ്സേജ് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ. ഈ ആൽബം സോങ് രചനേൻ്റെ സമയത്തല്ല, രചന വേറൊരു തലത്തിലായിരുന്നു. ആൽബം സോങ് തയ്യാറാക്കിയത് അങ്ങനെ 2 കാര്യങ്ങളായിരുന്നു അതിൻ്റെ പ്രേരണയായത്. ഒന്നാമത്തത്, ഇപ്പോഴത്തെ ഈ പഹൽഗാം ഭീകരാക്രമണമൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. വേണമെങ്കിൽ അത് ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ ഇന്ത്യൻ്റെ കൂടെയുള്ള രാഷ്ട്രങ്ങൾ ഒരു ഭാഗത്തും പിന്നെ പാകിസ്ഥാൻ, ചൈന ആ രീതിയിൽ ഒരു വരികയാണെങ്കിൽ ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു ഏത് യുദ്ധത്തിനും. ഇനി ഇസ്രായേലിൻ്റെ കാര്യം എടുത്താലും ഏതും അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ എനിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കുട്ടികളെ ചെറുതായിരിക്കുമ്പോഴേ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിർത്താതെ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ അവർ ആ മതങ്ങളുടെയൊക്കെ നന്മ സ്വാംശീകരിക്കുകയും
അതുവഴി സ്വന്തം മനസ്സിലെ തിന്മയൊക്കെ അരിച്ചു മാറ്റി അവിടെ ദൈവികത സ്വന്തം മനസ്സിൽ, അതാണല്ലോ തത്വമസി എന്നൊക്കെ പറയുന്നത്, ആ ഒരു തലത്തിലേക്ക് ദൈവികത സ്വന്തം ഉള്ളിൽ തന്നെ ദർശിക്കുന്ന തലത്തിലേക്ക് ഉയരാൻ കഴിയും. അതായത് നിത്യചൈതന്യ എഴുതി പറഞ്ഞതുപോലെ ഞാൻ ഇതാണ് നീ, അതായത് ഒരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നീ തെറ്റായിരിക്കുമ്പോഴും ശരിയായിരിക്കുന്നത് എന്തോ അതാണ് ദൈവം. ആ തലത്തിലേക്കൊക്കെ ഉയരാൻ കഴിയും. അപ്പോൾ നമ്മുടെ ആ സമയത്ത് പിന്നെ വർഗീയതയില്ല, അവിടെ മതവിദ്വേഷമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കാത്തത്, എല്ലാ മതങ്ങളെയും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ മനുഷ്യ മനസ്സുകളിൽ ഇത്രയും വിദ്വേഷം ഉണ്ടാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം ഉള്ളിലെ ശൂന്യതയെ അറിയുന്നവന് കൃഷ്ണബോധവും ക്രിസ്തുബോധവും ക്രിസ്തുബോധവും ബുദ്ധബോധവും എല്ലാം ഒന്ന് തന്നെ. ആ ഒരു സന്ദേശം, അതായത് വിശ്വാസത്തിന് മതം ഒരു അതിർവരമ്പല്ല, ആ ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു സന്ദേശം എത്തിക്കുക എന്നുള്ള, അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ആ രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികളായിരിക്കുമ്പോഴേ ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. അതാണ് എനിക്ക് ആ ഒരു സന്ദേശമാണ് കൊടുക്കാനുള്ളത്. പിന്നെ വ്യക്തിപരമായ ഒരു കാര്യം കൂടിയുണ്ട്. മറ്റുള്ളവരെ എന്ത് വിഷമങ്ങൾ എനിക്കുണ്ടായാലും സങ്കടങ്ങൾ ഉണ്ടായാലും ഞാൻ ഒരിക്കലും മറ്റുള്ളവരോട് പറയോ കരയോ ഒന്നും ചെയ്യില്ല. ഞാൻ സ്വയം ഹീൽ ചെയ്യുന്നത് 4 കാര്യങ്ങളിലൂടെയാണ്. ഒന്നാമത്തത് മെഡിറ്റേഷൻ, വായന, ഭക്തിഗാനങ്ങൾ, പിന്നെ പ്രഭാഷണങ്ങൾ. ഇതിലൂടെയാണ് ഞാൻ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ എനിക്കും സമൂഹത്തിന് എനിക്ക് പ്രയോജനപ്പെട്ടതുപോലെ സമൂഹത്തിന് ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ എന്നൊരു ആഗ്രഹത്തോടെയാണ് ഈ ആൽബം സോങ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് വ്യക്തിപരമായ കാര്യം. അതുപോലെ സമൂഹത്തിൻ്റെ ഈ മതത്തിൻ്റെ പേരിലുള്ള വിദ്വേഷം അവസാനിപ്പിക്കാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൂടിയാണ് ആ ഒരു മെസ്സേജ് കൂടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം. തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് തന്നെയാണ്. ഈ പറയുന്നത് പോലെ ആദ്യം യുവാണിയിലും പിന്നീട് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കി 10ഓളം CD അടക്കം 10ഓളം ആൽബം ഗാനങ്ങളും അല്ലേ? CD, അത് കുറേ കവിതകളുണ്ടായിരുന്നു. പിന്നെ കോവിഡിനെ കുറിച്ച് കുറച്ച് വരികൾ തയ്യാറാക്കി. അത് കലാമണ്ഡലം ആദിത്യ മധുസൂദനൻ, അവൾ ഇന്നറിയപ്പെടുന്നത് അഫ്സാന ലക്ഷ്മി, കണ്ണൂർ സ്ക്വാഡിലൊക്കെ അഭിനയിച്ച അഫ്സാന ലക്ഷ്മി. അവളത് കലാമണ്ഡലത്തെ പഠിച്ച കുട്ടിയാണ്. നൃത്താവിഷ്കാരം ചെയ്തു. അത് 24 പോലെയുള്ള കുറേ ചാനലുകളിലൊക്കെ വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. ഇനിയും ഈ ഒരു സംഗീതയാത്ര മുന്നോട്ട് പോകട്ടെ, എഴുത്തിൻ്റെ വഴി മുന്നോട്ട് പോകട്ടെ. നല്ല നല്ല മെസ്സേജുകൾ പല അരുതുകളിൽ നിന്നും പല സ്ത്രീകളും മുന്നോട്ട് വന്ന് ഇത്തരം അരുതുകളോടും പല മെസ്സേജുകൾ സമൂഹത്തിന് കൊടുക്കാനും ഒക്കെയുള്ള ഒരു മാതൃക വഴികാട്ടിയൊക്കെ ടീച്ചർക്ക് ആയിത്തീരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നവീകരണ പ്രവൃത്തിക്ക് 18 കോടി രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയായി. മഴ മാറിയാൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് M. വിജിൻ MLA അറിയിച്ചു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് ഉപരിതല ടാറിങ്ങിന് 18 കോടി രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയായി. മഴ മാറുന്നതിനനുസരിച്ച് പ്രവൃത്തി ആരംഭിക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പ്രവൃത്തി തുടങ്ങും. റോഡിലെ കുഴികൾ രൂപപ്പെടുന്ന സമയത്ത് അറ്റകുറ്റപ്രവൃത്തി നടത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നവീകരണത്തിന് ഉപരിതലം മിനുക്കാൻ 18 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. ടെൻഡറും പൂർത്തീകരിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി നമുക്ക് പൂർണ്ണമായും റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ച് ഉപരിതലം മിനുക്കി പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ്. അതിനിടയിൽ കുഴികൾ രൂപപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് റോഡിന്റെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. ആ കുഴികൾ വളരെ വേഗതയിൽ തന്നെ അടക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പുതിയ റോഡ് ടെൻഡർ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് അതുവരെ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി നല്ല ശ്രദ്ധയുണ്ടാകണമെന്ന് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മഴയുള്ള ഘട്ടങ്ങളിൽ ചില പരിമിതിയുണ്ട് പെട്ടെന്ന് കുഴി അടക്കുന്നതിന്. എങ്കിൽ പോലും അത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശമാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. നിലവിൽ KSTP റോഡിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണ്. പഴയങ്ങാടി പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. കുഴിയിൽ വീണ അപകടങ്ങൾ പതിവാണ്. രാമപുരം കയറ്റത്തിലും എരിപുരത്തും റോഡിൽ കുഴികൾ വ്യാപകമാണ്. പ്രവൃത്തി എത്രയും വേഗം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു.
പരിയാരം ദേശീയപാത ഔഷധി കടന്നപ്പള്ളി റോഡിലാണ് മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നത്. പരിയാരം ദേശീയപാത ഔഷധി കടന്നപ്പള്ളി റോഡിലാണ് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുന്നത്. പ്ലാസ്റ്റിക് സഞ്ചികളിലും വലിയ ചാക്കുകെട്ടുകളിലുമായാണ് ഈ ഭാഗത്ത് റോഡരികിൽ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളുന്നത്. പ്ലാസ്റ്റിക്, മദ്യക്കുപ്പികൾ, പഴകിയ വസ്ത്രങ്ങൾ, ഭക്ഷണ മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ വ്യാപകമായി നിക്ഷേപിച്ചിരിക്കുന്നത്. റോഡരികിലെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ വരെ മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട്. ഭക്ഷണ മാലിന്യങ്ങൾ ഉള്ളതിനാൽ തെരുവുനായ ശല്യവും ഈ ഭാഗത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ദുർഗന്ധം മൂലം ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. ഈ പ്രദേശത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ തള്ളിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിനായി ഭക്ഷണ കലവറയിലേക്ക് അന്നപൂർണ ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി നേന്ത്രവാഴ കൃഷി തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു നടീലുദ്ഘാടനം നിർവഹിച്ചു. 5 മാസം കൊണ്ട് തന്നെ കുലച്ച് 8 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന അത്യുൽപാദന ശേഷിയുള്ള 600ഓളം മഞ്ചേരിക്കുള്ളൻ വാഴക്കന്നുകളാണ് പടന്നപ്പുറം അതിയടം പ്രദേശങ്ങളിലായി നട്ടത്. ചെറുതാഴം കൃഷിഭവന്റെ ഉപദേശ നിർദ്ദേശങ്ങളോടെയാണ് കൃഷി നടത്തിയത്. ചേന, ഇഞ്ചി മുതലായവയുടെ കൃഷി നേരത്തെ തുടങ്ങിയിരുന്നു. ഹ്രസ്വകാല വിളകളായ വെള്ളരി, കുമ്പളം ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ പിന്നീട് കൃഷി ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു വാഴക്കന്ന് നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ അതിയിടം മുച്ചിലോട്ട് നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന്റെ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിന്റെ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രദേശത്ത് മുച്ചിലോട്ടിലെ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചത്. ജൈവ രീതിയിലുള്ള കൃഷിയാണ് നടത്തി വരുന്നത്. 13 വർഷത്തിന് ശേഷം നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഞങ്ങൾ ആദ്യമായി ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ആദ്യമായി മാടപ്പുറത്ത് ഏകദേശം 300 മൂട് ചേന കൃഷി ചെയ്യുകയും പിന്നീട് ഒരു 20 കിലോ ഇഞ്ചി അതിൻ്റെ പരിസരത്ത് തന്നെ കൃഷി ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ വാഴ ആവശ്യമായ ഭക്ഷണത്തിന് ആവശ്യമായ വിഷരഹിതമായിട്ടുള്ള കായ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 550 വാഴയോളം പടന്നപ്പുറത്ത് കൃഷി ഇന്ന് അതിൻ്റെ നടീൽ ഉദ്ഘാടനം ഇന്ന് നടന്നത്. ചെറുതാഴം പഞ്ചായത്ത് അംഗം KV ബിന്ദു അധ്യക്ഷയായി. PV രവി മാസ്റ്റർ, K നാരായണൻ, PV ദിവാകരൻ എന്നിവർ സംസാരിച്ചു. TV പത്മനാഭൻ, IV രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അന്നൂരിലെ ശ്രീരഞ്ജനം കലാസാംസ്കാരിക പഠന കേന്ദ്രത്തിലെ ശിഷ്യന്മാർ ഗുരുനാഥന് ആദരം എന്ന പേരിൽ ഡോക്ടർ E ശ്രീധരന് ആദരം സംഘടിപ്പിച്ചു. തുമ്പക്കോവൽ AKP ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് ജ്യോതിർഗണിതാചാര്യ പണ്ഡിറ്റ് സദനം നാരായണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത പണ്ഡിതനും ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പ്രാദേശിക കേന്ദ്രം പയ്യന്നൂർ മുൻ ഡയറക്ടറും ഉത്തര കേരളത്തിലെ മരത്തുകളി അധ്യക്ഷ പദവിയിൽ ശ്രദ്ധേയനുമായ ഡോക്ടർ E ശ്രീധരന് കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ എഴുത്തച്ഛൻ സ്മാരക പ്രഥമ പുരസ്കാരത്തിന് അർഹനായിരിക്കുകയാണ്. അന്നൂരിലെ ശ്രീരഞ്ജനം കലാസാംസ്കാരിക പഠന കേന്ദ്രത്തിലെ ശിഷ്യന്മാർ ഗുരുനാഥനായ ഡോക്ടർ E ശ്രീധരന് തുമ്പക്കോവൽ AKP ലൈബ്രറി ഹാളിൽ വച്ച് ആദരം നൽകി. ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ജ്യോതിർഗണിതാചാര്യ പണ്ഡിറ്റ് സദനം നാരായണ പൊതുവാൾ നിർവഹിച്ചു. സത്യത്തിൽ നാം എല്ലാവരും ഇത് ചെയ്തു തീർക്കേണ്ടുന്ന നമ്മുടെ ഭൗതിക സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്നു, കരുതുകയാണ്. ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു അവാർഡ് അല്ലെങ്കിൽ പുരസ്കാരം ലഭിച്ചു എന്നതിൽ ഒരു മഹാത്ഭുതം കാണുന്നവരല്ല ഞാൻ. കാരണം എല്ലാം കൊണ്ടും അതർഹിക്കപ്പെടുത്തൊരു വ്യക്തിയാണ് ശ്രീധരൻ എന്ന് എൻ്റെ അനുഭവത്തിലെ കൂടെ പല ഉദാഹരണങ്ങളിലും കൂടി വ്യക്തമാക്കാൻ എനിക്ക് സാധിക്കും. ഇവിടെ ലഭിച്ച പുരസ്കാരം ഇവിടെ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ കാഞ്ഞങ്ങാട് ദാമോദരൻ പണിക്കർ മുഖ്യഭാഷണം നടത്തി. സാഗർ പണിക്കർ, കാനാക്കിയിൽ കമലാക്ഷൻ പണിക്കർ, പാണപ്പുഴ പത്മനാഭൻ പണിക്കർ, N കൃഷ്ണൻ വെള്ളൂർ, കൊയ്യൻ രാജീവൻ, ജയപ്രകാശ് മാസ്റ്റർ, P ഭാസ്കര പണിക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെയുണ്ട് കരുത്തേക്കാൻ പദ്ധതിയുടെ ഭാഗമായി കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓറിയന്റേഷൻ ക്ലാസ് നടത്തി. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഈപ്പൻ ക്ലാസിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ നിയമപരിചയം ഉണ്ടാക്കിയെടുക്കുന്നതിനും വിനയപൂർണമായ സംസ്കാരശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനും ഉത്തരവാദിത്തങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. സ്കൂൾ ഹാളിൽ നടന്ന ഓറിയന്റേഷൻ ക്ലാസ് സ്കൂൾ പ്രിൻസിപ്പൽ MC ശിഹാബ് ഉദ്ഘാടനം ചെയ്തു. 10 കൊല്ലം അപ്പുറം വരാനുള്ളതായ ഫാഷൻ ഡിസൈൻ ചെയ്യുന്ന പണി ഇപ്പോഴേ അവർ ചെയ്യും. പണ്ടത്തെ പോലെ ഇപ്പോ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്നെ ഇല്ലേ കണ്ണു പഠിപ്പിച്ച പ്രൊഫസർ ഒരു വലിയ പാളമായിട്ടൊക്കെ ഇട്ടിട്ട് വന്നു. അപ്പോൾ പിള്ളേർ പോയി. അപ്പോൾ സാറകത്ത് കയറി സ്റ്റേജിൽ നിന്നിട്ട് പിള്ളേരോട് പറഞ്ഞു, ഞാൻ ഈ പാളപ്പാൻ മനസ്സിലായി വലിയ കാലത്ത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഈപ്പൻ ക്ലാസിന് നേതൃത്വം നൽകി. പാരാലീഗൽ വളണ്ടിയർ MV രാജേശ്വരി, സീനിയർ അസിസ്റ്റന്റ് സഞ്ജയ് വെങ്ങാട്ട്, സ്റ്റാഫ് സെക്രട്ടറി KP അനിത, T വിനീത്, P സുധീഷ്, AV രാഹുൽ, K ആരതി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. കുറ്റൂർ വെള്ളോറ റോഡിൽ ഇരുൾ ഭാഗത്താണ് കാട് വളർന്നത് അപകട ഭീഷണി ഉയർത്തുന്നത്. കുറ്റൂർ വെള്ളോറ റോഡിൽ കുറ്റൂർ സ്കൂളിന്റെയും ഇരുളിന്റെയും ഇടയിലാണ് കാട് വളർന്ന് റോഡിലേക്ക് തള്ളി നിന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർക്ക് സൈഡിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചില ഭാഗത്ത് ഒരാൾ പൊക്കത്തിൽ കാട് വളർന്നിട്ടുണ്ട്. ഈ കാട്ടിലേക്ക് മാലിന്യങ്ങളും വലിച്ചെറിയുന്നു. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. വളവ് കൂടിയുള്ള സ്ഥലമായതിനാൽ എതിരെ നിന്ന് വാഹനങ്ങൾ വരുന്നതും ശ്രദ്ധയിൽപ്പെടുന്നില്ല. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാടുകൾ വെട്ടിത്തെളിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാമന്തള്ളി ടാഗോർ സ്മാരക വായനശാല, ഗ്രന്ഥാലയം, വയോജനവേദി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും നിയമബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനം ചെയ്തു. ടാഗോർ സ്മാരക വായനശാല, ഗ്രന്ഥാലയം, വയോജനവേദിയുടെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം, നിയമബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. വയോജനവേദി പ്രസിഡന്റ് പുണ്ണൂക്കൻ ശേഖരൻ അധ്യക്ഷത വഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പ്രസന്ന മണികണ്ഠൻ വയോജനങ്ങൾക്കുള്ള ക്ലാസ് കൈകാര്യം ചെയ്തു. തുടർന്ന് വയോജനവേദി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വയോജനവേദി സെക്രട്ടറി M നാരായണൻ, P പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ റോവർ ക്രൂവിനു വേണ്ടി ജില്ലാ കമ്മീഷണർ KV ജയറാമിന്റെ നേതൃത്വത്തിൽ 43 വർഷമായി നടത്തുന്ന സൗജന്യ ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമായി സ്വിമ്മിംഗ് ട്രെയിനേഴ്സ് കോഴ്സ് ആരംഭിച്ചു. അന്നൂർ ആലിങ്കീഴിൽ കുളത്തിൽ ആരംഭിച്ച നീന്തൽ പരിശീലനം നഗരസഭാ കൗൺസിലർ അശോകൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റോവർ ക്രൂവിനു വേണ്ടി ജില്ലാ കമ്മീഷണർ KV ജയറാമിന്റെ നേതൃത്വത്തിൽ 43 വർഷമായി നടത്തുന്ന സൗജന്യ ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമായി 7ാമത് സ്വിമ്മിംഗ് ട്രെയിനേഴ്സ് കോഴ്സ് അന്നൂർ ആലിങ്കീഴിൽ കുളത്തിൽ ആരംഭിച്ചു. നഗരസഭാ കൗൺസിലർ അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. നീന്തലിൽ ഇന്റർനാഷണൽ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവ് അഡ്വക്കേറ്റ് C നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. VM ദാമോദരൻ മാസ്റ്ററെ അനുസ്മരിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത്. ചീഫ് ട്രെയിനർ KV ജയറാം കോഴ്സിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകി. ട്രെയിനർമാരായ P രാജേഷ്, KV പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുഞ്ചക്കാട് YMRCയുടെ പരിസര പ്രദേശത്തെ SSLC +2 വിദ്യാർത്ഥികളിൽ കേരള സിലബസിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+, CBSEയിൽ 95% മുകളിലും മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 9895730458 എന്ന നമ്പറിലോ 9405618601 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.